ഏവർക്കും അരിതമെറ്റിക് സീക്വൻസിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തുള്ള രണ്ട് പദങ്ങൾ അറിയുമെങ്കിൽ അവർ തമ്മിൽ കുറച്ചാൽ അതിന്റെ കോമൺ ഡിഫറൻസ് ആവും, അല്ലെ? പൊതുവ്യത്യാസമാവും. ആദ്യത്തെ രണ്ട് പദങ്ങളാണെങ്കിൽ അവർ തമ്മിൽ കുറക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തോ മൂന്നാമത്തോ തമ്മിൽ കുറച്ചാൽ മതി, അല്ലെങ്കിൽ മൂന്നാമത്തോ നാലാമത്തോ തമ്മിൽ കുറച്ചാൽ പൊതുവ്യത്യാസം, അല്ലെ? അടുത്തുള്ള പദങ്ങൾ അല്ലാതെ തന്നാൽ എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണാന്നുള്ളതാണ്. 10, 17, 24, 31 എക്സെട്ര സമാന്തര ശ്രേണിയാണ്. ഇതിന്റെ പൊതുവ്യത്യാസം കാണാൻ, കോമൺ ഡിഫറൻസ് കാണാൻ ഇവർ തമ്മിൽ കുറച്ചാൽ മതി. 17 10 കുറച്ചാൽ ആൻസർ ആയി 7, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കുറച്ചാൽ മതി, അല്ലെങ്കിൽ ഇവർ തമ്മിൽ, അല്ലെ? ഇനി വേറൊരു സമാന്തര ശ്രേണി, അതിലെ 8ാമത്തെ പദം 60 ആണ്. 8ാമത്തെ പദം, ഓക്കെ. തൊട്ടപ്പുറത്ത് 9ാമത്തെ പദം 64 ആദ്യ പദങ്ങളൊന്നും അറിയില്ല, രണ്ടാമതൊന്നും അറിയില്ല, 5ാമത് 6ാമത് 7ാമതൊന്നും അറിയില്ല. 8ാമത്തെ പദവും 9ാമത്തെ പദവും അറിയാം എങ്കിൽ ആ രണ്ട് പദങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം നൽകും, അല്ലെ? അടുത്തുള്ള രണ്ട് പദങ്ങളാണെങ്കിൽ തമ്മിൽ കുറച്ചാൽ പൊതുവ്യത്യാസം. എന്നാൽ രണ്ടാമത്തെ പദം അറിയാം, 13. ഒരു സമാന്തര ശ്രേണി, ഇതറിയില്ല, ഇത് 13 ആണ്, ഇതറിയില്ല, രണ്ടാമത്തെ 13, പിന്നെ ഇതൊന്നും അറിയില്ല. പിന്നെ കുറെ പോയിട്ട് ഒരു 10ാമത്തെ പദം, അതൊരു 53 അറിയില്ല. ഇത് 10ാമത്തെ പദം, ഇത് രണ്ടാമത്തെ പദം. ആദ്യ പദം അറിയില്ല, രണ്ടാമത് 13 ആണ്, പിന്നെ ഇവിടെ ഒന്നും അറിയില്ല, 9ാമത് അറിയില്ല, 10ാമതും 53. അങ്ങനെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തന്നാൽ എങ്ങനെയാ പൊതുവ്യത്യാസം കാണാന്നുള്ളതാണ്. അങ്ങനെ പൊതുവ്യത്യാസം കാണണമെങ്കിൽ ഇത്ര പണിയുള്ളൂ. ആ സംഖ്യ എത്രയാണ്? 53, അല്ലെ? അതിന് 13 വർക്ക്, 53 13 വർക്ക്. ഇത് രണ്ടും അടുത്തായിരുന്നു എങ്കിൽ 53 13 കുറച്ചാൽ ആൻസർ പൊതുവ്യത്യാസമായി, അടുത്തടുത്ത്. ഇത് 9ാമതും ഇത് 10ാമതും എഴുതിയേക്കാം, അപ്പൊ തമ്മിൽ കുറച്ചാൽ കിട്ടും, അല്ലെ? ഇനി ഇത് രണ്ടാമതും തൊട്ടപ്പുറത്ത് ഇത് 3ാമതാണെങ്കിൽ അത് തമ്മിൽ കുറച്ചാൽ കിട്ടും. ഏതെങ്കിലും രണ്ട് പദങ്ങളാണ് അറിയെങ്കിൽ, രണ്ടാമതും അറിയാം, കുറെ അപ്പുറത്തുള്ള 10ാമതും അറിയുമെങ്കിൽ പൊതുവ്യത്യാസം കാണാൻ ഇവർ തമ്മിൽ കുറച്ചാൽ മാത്രം പോരാ. പിന്നെയോ അതിനെ ഡിവൈഡ് ചെയ്യണം. എത്ര കൊണ്ട് എന്നോ? ഇതിന്റെ സ്ഥാനം എത്ര? ഇത് എത്രാം സ്ഥാനത്തെ സംഖ്യ? 10ാമത്തെ. ഇത് രണ്ടാമത്തെ. അപ്പൊ ആ 10ാം സ്ഥാനവും 2ാം സ്ഥാനം, 10ഉം 2ഉം, അതാണ് സ്ഥാനങ്ങൾ. ആ സ്ഥാനങ്ങൾ തമ്മിൽ കൊടുക്കുക, 10ഉം 2ഉം. ഇത് പദങ്ങളുടെ വ്യത്യാസമാണ്, ഇത് അവരുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇത് ടേംസിന്റെ ഡിഫറൻസ് ആണ്, അല്ലെ? ഇത് അവരുടെ പൊസിഷന്റെ ഡിഫറൻസ് ആണ്. പദവ്യത്യാസം ബൈ പദങ്ങളുടെ സ്ഥാന വ്യത്യാസം. 53 13 കുറച്ചാൽ 40, അല്ലെ? 10 - 2 എത്രയാണ്? 8. അപ്പൊ 40/8 എത്രയാണോ അതായിരിക്കും ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം. ഓക്കെ. അപ്പൊ ഏത് രണ്ട് പദങ്ങൾ തന്നാലും സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാനുള്ള മാർഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. പൊതുവ്യത്യാസം സമം പദവ്യത്യാസം ബൈ പദസ്ഥാന വ്യത്യാസം, പദങ്ങളുടെ സ്ഥാന വ്യത്യാസം. ഡിഫറൻസ് ഓഫ് ടേംസ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ. ഇതാണ് ഇക്വേഷൻ. ഇത് പറഞ്ഞാൽ അപ്പൊ നേരത്തെ പറഞ്ഞാൽ 10ാമതോ 2ാമതോ അറിയണമെങ്കിൽ ആ x10 - x2 ഇതെന്താ വായിക്കാം? 10ാമതോ - 2ാമതല്ലേ? x1 - x2. ഈ രണ്ട് പദങ്ങൾ തമ്മിൽ കുറച്ചിട്ട് ബൈ ഇതിന്റെ സ്ഥാനം എത്രയാ? 10, അതിന്റെ സ്ഥാനം 2. x10 - x2 / 10 - 2. ഇങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? പൊതുവ്യത്യാസം കോമൺ. ഇനി അതല്ല, 7ാമതോ 2ാമതോ ആണെങ്കിൽ 7ാമതോ 2ാമതോ തമ്മിൽ കുറക്കുക ബൈ 7 - 2. ഓക്കെ. ഇനി 15ാമതോ 9ാമതോ ആണെങ്കിലോ അവർ തമ്മിൽ കുറക്കുക ബൈ 15 - 1. ഇനി 6ാമതോ 1ാമതോ തമ്മിൽ 6th ടേമും ഫസ്റ്റ് ടേമും ആണെങ്കിൽ എന്ത് ചെയ്യാ? 6 - 1 കൊണ്ട്. ഇതൊക്കെ ചെയ്താൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ആ സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ സീക്വൻസിന്റെ പൊതുവ്യത്യാസത്തിന് തുല്യമായിരിക്കും. ഓക്കെ. ഏത് തന്നാലും അവർ തമ്മിൽ കുറക്കുക, അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കുറച്ചത് കൊണ്ട്. ഓക്കെ. ഒരു സമാന്തര ശ്രേണിയുടെ 4ാമത്തെ പദം 25 ആണ്, 9ാമതോ 45. 1ാമത് അറിയില്ല, 2 അറിയില്ല, 3 അറിയില്ല, 4ാമതും അറിയാം, പിന്നെ 5ഉം 6ഉം 7ഉം 8ഉം അറിയില്ല, 9ാമത്തെ പദം. ഓക്കെ. ഏതോ രണ്ട് പദം.
കണ്ടുപിടിക്കേണ്ടത് പൊതുവ്യത്യാസം, പിന്നെ x1 ഫസ്റ്റ് ടേം കാണും, പിന്നെ nth ടേം അല്ലെങ്കിൽ n-ാമത്. രണ്ട് പദങ്ങൾ തന്നു, പൊതുവ്യത്യാസം കാണും. തുടങ്ങല്ലേ? പൊതുവ്യത്യാസം കാണാൻ കുറെ സമവാക്യമുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാ? 9-ാമതും 4-ാമതും അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ടാക്കുക. x9 മൈനസ് x4. ഓക്കെ, ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇനി ഇവിടെ നോക്കിയിട്ട് ഇവിടെ സ്ഥാനങ്ങൾ 9 മൈനസ് 4 അല്ലെ? ഈ x രണ്ടെണ്ണം ഒഴിവാക്കി എന്താ പറയുക? 9 ഒരു 4 മൈനസ് അല്ലേ? 9 മൈനസ് 4 ഈക്വൽ ടു 9-ാമത് എത്രയാ? 45 മൈനസ് 4-ാമത് 25. അപ്പൊ ഇതേ മൈനസ് 45 മൈനസ് 25 ബൈ 9 മൈനസ് 4 എത്രയാ? 5 സമം 45 25 എത്ര? 20. 20 ബൈ 5 അല്ലെ? ഇത് 20 ആണ് ബൈ 5. 20 ബൈ 5 എത്ര വരാ? 4. അപ്പൊ എന്ത് കിട്ടി? പൊതുവ്യത്യാസം 4. d ഈക്വൽ ടു 4. ഇത് കിട്ടി. ഇനി ഫസ്റ്റ് ടേം കാണണം നമുക്ക്, n-ാമതും കാണാം. ഓക്കെ, x1 ആണ് കാണുന്നത് ആദ്യ പദം. 4-ാമത്തെ പദം അറിയാം, 9-ാമത് അല്ലെ? 4-ാം പദത്തിൽ നിന്നും 3 പ്രാവശ്യം റിവേഴ്സ് വരണം 1-ാമത്തിലേക്ക്. അപ്പൊ x1 എങ്ങനെയാണെന്നോ? 4-ാം പദത്തിൽ നിന്ന് 3d കുറയ്ക്കണം. 4ഉം 3ഉം തമ്മിൽ ഇത് ചെയ്ത് നോക്കാം. 4 3 കുറച്ചൊക്കെ കിട്ടൂലേ? അപ്പൊ x1 എങ്ങനെയാണ്? 4-ാം പദത്തിൽ 1-ാമത്തേക്ക് റിവേഴ്സ് x4 മൈനസ് 3 അല്ലെ? ഈക്വൽ ടു x4 വാല്യൂ എത്ര? x4 25 മൈനസ് 3 ഇൻറ്റു d. 3 ഇൻറ്റു d എത്ര കിട്ടി? d എത്ര ഏതാ? 4. അങ്ങനെ 25 മൈനസ് 3 12. എത്ര തമ്മിൽ കുറച്ചൊക്കെ? 13. x1 ഈക്വൽ ടു 30. ആദ്യ പദം കിട്ടി അല്ലെ? x1 നമ്മൾ f ന്റെ. ഇനി nth ടേം ആണ്. n-ാമത് കാണാൻ സൂത്രാക്കി എന്താ? xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d അല്ലെ? വാല്യൂ എടുക്കുക. dn എത്ര? d 4. dn പ്ലസ് f മൈനസ് d അറിയുമ്പോൾ എത്ര വരും? f എത്ര ഏതാ? 13 മൈനസ് d എത്ര? 4. സോ 4n പ്ലസ് 13 തമ്മിൽ കുറച്ചൊക്കെ 9. 4n പ്ലസ് 9 ആണ് ഇതിന്റെ n-ാമത്. ഓക്കെ, ക്വസ്റ്റ്യൻ x5 സമം 8 എന്ന് പറഞ്ഞാൽ 5-ാമത് 8. x8 സമം 5. 5th ടേം 8ഉം 8th ടേം 5 ആണ്. 5-ാമത് 8 ആണ്. 8-ാമത്തെ പദം 5 ആണ്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണും. x1 ആദ്യ പദം ഫസ്റ്റ് ടേം കാണും, പിന്നെയോ 13-ാമത്തെ ടേമും കാണും. ഓക്കെ, ഈ രണ്ടിനെ വെച്ചിട്ട് രണ്ട് പദങ്ങളാണ്. 5-ാമത്തെ അറിയാം, പിന്നെ 8-ാമത്തെ പൊതുവ്യത്യാസം കാണാതെ d ഈക്വൽ ടു x5 x8 അല്ലേ? x5 x8. അപ്പൊ x8 മൈനസ് x5 ബൈ 8 മൈനസ് 5 ഈക്വൽ ടു 8-ാമത് മൈനസ് 5-ാമത് 8th ടേം മൈനസ് 5th ടേം ബൈ 8 മൈനസ് 5. x8 ന്റെ വാല്യൂ എത്ര? x8 ന്റെ വാല്യൂ 5 മൈനസ് x5 ന്റെ വാല്യൂ എത്ര? 8. താഴെ 8 മൈനസ് 5 ഉണ്ടല്ലേ? കേട്ടാ, 8ന്ന് 5 പിന്നെ 5 നെറ്റ് കുറച്ച് തരിക മൈനസ് 3. 8ന്ന് 5 വല്ല പ്ലസ് 3. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് വരാം. 5-ാമത് 8ഉം 8-ാമത് 5 തിരിച്ചു മറിച്ച് വരും. 4-ാമത് 3ഉം 3-ാമത് 4 കേട്ടോ. 20-ാമത്തെ പദം 17ഉം 17-ാമത്തെ പദം 20. 6-ാമത് 35ഉം 35-ാമത് 6. അങ്ങനെ തിരിച്ചു മറിച്ചാണ് പദങ്ങൾ വരുന്നെങ്കിൽ ഒരു ഭാഗത്ത് കോമൺ ഡിഫറൻസ് ചെയ്താൽ ഒരു ഭാഗം പോസിറ്റീവ് ഒരു ഭാഗം നെഗറ്റീവ് വരും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ നമ്പറാണ് വരിക. ഒരു ഭാഗം നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത്തരം ക്വസ്റ്റ്യൻസിന്റെ കോമൺ ഡിഫറൻസ് മൈനസ് ഉണ്ടായിരിക്കും. അത്തരം സമാന്തര ശ്രേണികളുടെ പൊതുവ്യത്യാസം മൈനസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് കിട്ടി. x1 കാണും ഫസ്റ്റ് ടേം അറിയുന്ന ടേം എന്ന് വരിക. 5th വരെ 8th വരെ നമുക്ക് 5th ടേം വരാം. 5th ടേമിന് എത്ര d കുറഞ്ഞാലാണ് ഫസ്റ്റ് കിട്ടുക? 4d കുറയും അല്ലേ? 5ഉം 4ഉം തമ്മിൽ കുറച്ചാൽ 1-ാമത്തെ പദമാണ് കണ്ട് 5-ാമത് 4 പ്രാവശ്യം റിവേഴ്സ് ചെയ്തു. x5 മൈനസ് 4d ഈക്വൽ ടു
എക്സ് 5 എത്രയാണ് 8 മൈനസ് 2 4 2 ഇൻറ്റു ഡിയുടെ വാല്യൂ 1 അല്ല മൈനസ് ഈക്വൽ ടു 8 ഇടാം ഇത് രണ്ടും മൈനസ് പ്ലസ് ആവും 4 1 മുറിച്ചാൽ 4 8 പ്ലസ് 4 12 ആദ്യ പദം 12 ഇനി 13ാമത്തെ പദം എക്സ് 13 അഞ്ചാമത് തുടങ്ങാം എട്ടാമത് തുടങ്ങാം ഒന്നാമത് തുടങ്ങാം എവിടെ തുടങ്ങാം 13ാമത്തെ പദം x1 പ്ലസ് 12 അല്ലേ ഈക്വൽ ടു x1 പ്ലസ് എത്ര x1 12 പ്ലസ് 12 12 ഇൻറ്റു ഡി ആണ് 12 ഇൻറ്റു ഡിന്റെ വലുതാ അപ്പൊ ഈ 12 ഇത് 12 ആണ് ഇത് കുടിച്ചാൽ മൈനസ് 12 12 മൈനസ് 12 0 13ാമത്തെ പദം ഇനി 13ാമത്തെ പദം ഇങ്ങനെയും കാണാം നമ്മൾ x1 പ്ലസ് 12 അല്ലേ ഇതും ചേർന്നാൽ 13 ആണ് അഞ്ചാമത് അറിയാലോ അവിടുന്ന് കാണാം എങ്ങനെ കാണാം എക്സ് 13 ആണ് കാണാം അഞ്ചാമതും പ്ലസ് അഞ്ചാം പദത്തിലേക്ക് എത്ര ഡി കൂടുമ്പോഴാണ് 13 ആകുക 5ഉം 8 വരെ അല്ലേ അപ്പൊ അതിലേക്ക് 8 ഡി ഈ സംഖ്യയും ഇതും കൂട്ടിയ 13ലേക്ക് വരും അല്ലേ അങ്ങനെ എക്സ് 5ന് പകരം 8 കൊടുക്കുക ഇത് 8 ആവും പ്ലസ് 8 ഇട്ടു ഡിക്ക് പകരം -1 ഈ 8 അതുപോലെ എഴുതി 8 മൈനസ് 3 വെച്ചാൽ -8 അങ്ങനെ 8 മൈനസ് 8 0 ഇങ്ങനെ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാം അടുത്ത ദിവസം 4ാം പദം 2ഉം 7ാം പദം 3 Fourth term of an additive sequence is 2 and 7th term is 3. Find its common difference, write the sequence, find its nth term. വ്യത്യാസം കാണാം ആ ശ്രേണി എഴുതാം എന്നാമതും കാണാം ഈ രണ്ട് പദങ്ങൾ വെച്ചിട്ട് പൊതുവ്യത്യാസം കാണുന്നുണ്ട് d ഈക്വൽ ടു x7 ഉം x2 വരെ അപ്പൊ x7 x4 വരെ അല്ലേ x7 മൈനസ് x4 ബൈ അപ്പൊ 7 മൈനസ് 4 ചെയ്യും x ഒഴിവാക്കിയാൽ എന്താണെന്ന് പറയാം 7 മൈനസ് 4 നമുക്കറിയാം 3 x7 മൈനസ് x4 എന്താ 7ാമത് മൈനസ് 4ാമത് ഇതല്ലേ 7ാമത് അല്ലേ 3 മൈനസ് 4ാമത് 3 മൈനസ് 2 3 മൈനസ് 2 എന്നാ 1/3 അപ്പൊ പൊതുവ്യത്യാസം 1/3 ആണ് 1/3 വീതം ഇങ്ങനെ കൂടി പോകുന്നതാണ് 4ാമത്തെ പദം നമുക്ക് ശ്രേണി സീക്വൻസ് ചെയ്ത് പാതിപദം കാണും x1 ഈക്വൽ ടു 4ാം പദത്തിൽ നിന്ന് എത്ര റിവേഴ്സ് വരണം ഫസ്റ്റ് 3 പ്രാവശ്യം റിവേഴ്സ് അല്ലേ ഏതാ x4 മൈനസ് 3 x4 ന് പകരം 2 മൈനസ് 3 ഡിവൈഡ് 3 ഇൻറ്റു ഡി എത്ര 1/2 ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോ 2 മൈനസ് 1 സംഭവിക്കും അതായത് 1 അപ്പൊ ഫസ്റ്റത്തെ സംഖ്യ ആ സീക്വൻസിൽ ആദ്യത്തെ പദം 1 ആണ് അപ്പൊ ആ സീക്വൻസ് ചെയ്തോ ശ്രേണി ആ സീക്വൻസ് ചെയ്താണ് 1 എത്ര വീതം കൂട്ടാം 1/3 ഇതിലേക്ക് 1/3 എഴുതാം 1 1/3 1 1/3 ഇനി ഇതിലേക്ക് 1/3 കൂട്ടുമ്പോ 1 2/3 ഇതിലേക്ക് 1/3 എത്ര 1 1/3 1 2/3 പിന്നെ 1 3/3 3/3 1 അപ്പൊ 1 പ്ലസ് 1 വരും അത് 2 ആണ് ഇങ്ങനെ സീക്വൻസ് അല്ലെങ്കിൽ 4ാമത്തെ ടേം 2 അല്ലേ 4ാമത്തെ ടേം 2 അല്ലേ 1 1 1/3 1 2/3 അടുത്ത 1 3/3 എഴുതാം 1 3/3 എങ്ങനെ എഴുതാം 1 3/3 ആണ് 1 പ്ലസ് ആണ് ഇത് ശരിക്കും 1 ആണ് അങ്ങനെ 1 പ്ലസ് 1 2 ആയി ഇതാണ് സീക്വൻസ് ഇനി xn കാണാം xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് dn എത്ര d എത്ര 1/2 ഇതാണ് d dn പ്ലസ് f മൈനസ് d f എത്ര 1 അല്ലേ 1 മൈനസ് d എത്ര 1/2 അങ്ങനെ ഈ 1/3 തന്നെ എഴുതി 1 മൈനസ് 1/3 എത്ര 2/3 രണ്ടിനും കോമൺ ആയിട്ട് 3 ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം പിന്നെ മുകളിൽ 1n പ്ലസ് 2 അതായത് n പ്ലസ് 2 n പ്ലസ് 2/3 ബൈ 3 കണ്ടാ ഇത് ഓൾ ബൈ 3 ആണ് മേലെ n പ്ലസ് 2 ഇതാണ് അതിന്റെ n ഓക്കെ ഇനി അടുത്ത സെഷൻ എണ്ണൽ സംഖ്യകൾ അല്ലേ 4 എണ്ണൽ സംഖ്യയായി എക്സെട്ര അങ്ങനെ പോവാണ്
ആദ്യത്തെ 20 എണ്ണൽ സംഖ്യ എന്ന 1 2 3 4 എക്സെട്ര 20 ആണ്. ആദ്യത്തെ 13 എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര 13. ആദ്യത്തെ 17 എണ്ണൽ സംഖ്യ എന്ന 17 വരും. ആദ്യത്തെ 95 എണ്ണൽ സംഖ്യ പറഞ്ഞാൽ 95 വരെ പോകും. അപ്പൊ ആദ്യത്തെ n എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എവിടെ വരെ പോകും? n വരെ. ഇത് ആദ്യത്തെ 20 എണ്ണൽ സംഖ്യ. ഫസ്റ്റ് n 20. ഇത് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പർ ആണ്. ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പർ, ഫസ്റ്റ് 70 നാച്ചുറൽ നമ്പർ, ഫസ്റ്റ് 95 നാച്ചുറൽ നമ്പർ. സോ ഇത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആണ്. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യ കൂട്ടിയത്ര, ആദ്യത്തെ 35 എണ്ണൽ സംഖ്യ കൂട്ടിയത്ര, ആദ്യത്തെ 60 എണ്ണൽ സംഖ്യ കൂട്ടിയത്ര. അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. തുക കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലെ? അതിൽ നിന്നും ഒരു വ്യത്യസ്ത രീതിയിൽ ഒന്ന് അടഞ്ഞെടുത്ത ഇക്വേഷനിലേക്ക് വരും. ഇതാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക. തുക കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. Sn equal to n by 2 x1 plus x. ആ ഇക്വേഷനോടെ അപ്ലൈ ചെയ്യാം. ഇവിടേക്ക് നോക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യ, അടുത്ത n ആണ്. അപ്പൊ n by 2 വരും. x1 plus x, ഇതാണ് x1, ഇത് x. 1 plus n, 1 plus n എന്ന് പറഞ്ഞാൽ ഇതിനെ n എഴുതാം. 1 plus n തിരിച്ചു എഴുതുമ്പോ n plus 1 by 2. ഇതാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക. n ആയതുകൊണ്ടാണ് n × n plus 1 by 2. 13 ആണെങ്കിൽ 13 × 1 കൂട്ടുമ്പോ 13 plus 1 അല്ലെ? 20 ആണെങ്കിൽ 20 × 20 plus 1. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ഈസ് ഈക്വൽ ടു n × n plus 1 by 2. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യ കൂട്ടി എത്രയാണോ? 20 എന്നാണ് നാച്ചുറൽ നമ്പർ ആണ്, എണ്ണൽ സംഖ്യയാണ്. ഇതിന്റെ തുക, അതിന്റെ ഉത്തരം എത്രയാണോ? n × n plus 1 by 2. n എത്ര? 20 അല്ലേ? അപ്പൊ 20 × ഇതിലേക്കൊന്ന് കൂട്ടുക by 2 എന്ന് പറഞ്ഞാൽ 20 × 21 by 2. ഇത് രണ്ടും കട്ട് ചെയ്ത 10, 10 × 21 210. n × n plus 1 by 2 ആണ് എന്ത്? ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ നാച്ചുറൽ നമ്പറിന്റെ സം. ഓക്കെ, ആദ്യത്തെ എണ്ണൽ സംഖ്യകൾ. അപ്പൊ ആ എണ്ണൽ സംഖ്യകൾ കൂട്ടുകയാണ്. 1 plus 2 plus 3 plus 4 plus അങ്ങനെ n വരെ കൂട്ടും. ഇത് ആദ്യത്തെ എണ്ണൽ സംഖ്യ. ആദ്യത്തെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. ഇത് സമ്മാണ്, അത് തുകയാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക കാണുന്ന n × n plus 1 by 2. ഓക്കെ, ഇതിങ്ങനെ എഴുതി വെച്ച് പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ 20 നമ്മൾ കണ്ടില്ലേ? ആദ്യത്തെ 13 എണ്ണൽ സംഖ്യ ഏതാ? 1 2 3 എക്സെട്ര 13 അല്ലേ? ഇത് എത്ര ഉണ്ട്? എണ്ണൽ സംഖ്യ അല്ലേ? 13 അല്ലേ? ലാസ്റ്റ് 13 ഉണ്ട്. ആദ്യത്തെ 13 എണ്ണൽ സംഖ്യ കൂട്ടി എത്ര കിട്ടണോ? അതിന്റെ ഉത്തരം 13 × പിന്നെ 13 plus 1 എന്ന് പറഞ്ഞാൽ 13 ഒന്നും കൂട്ടിയ സംഖ്യ വരും. ഇത് എത്രയാണ്? അതിനേക്കാൾ ഒന്ന് കൂടും. ഇത് n ആകുമ്പോൾ n plus 1 അല്ലേ? ഇത് 13 ആകുമ്പോൾ 12 by 2. ഇത് രണ്ടും കട്ട് ചെയ്യാം. എത്രയാ? 7. 13 × 7 എത്രയാ നോക്ക്. 10 7 70 കുറിച്ച് അല്ലെ? 7 3 21, 70 21 91. ഇതായിരിക്കും ഇവരുടെ തുക. 1 മുതൽ 13 വരെ കൂട്ടിയാൽ ആൻസർ ഇതിലേക്കും 91 ആയിരിക്കും. 1 2 3 എക്സെട്ര 76 അല്ലെ? ആദ്യത്തെ 76 എണ്ണൽ സംഖ്യയുടെ തുക എത്ര? 1 മുതൽ 76 വരെ കൂട്ടി എത്ര? അവിടെ കൊടുത്താൽ എന്റെ സമയം 76 n. ഇത് 76 ആകുമ്പോൾ ഒന്ന് കൂടും. 76 ആകുമ്പോ എത്രയാ? 76 ഒന്ന് കൂടുമ്പോ 77 by 2 അല്ലെ? നമ്മൾ കട്ട് ചെയ്യാം. ഇതിന്റെ പകുതി 76 ആണ്. ഇതിന് എത്ര രണ്ടും നോക്കാം? 3 2 6 ബാക്കി 16 8. 38 × 77. 38 77 കൊടുക്കാം. 38 × 77 കുറിച്ച് നോക്കാം. 2926. ഇതാണ് ഇവരുടെ തുക. 29 26. 1 മുതൽ 76 വരെ കൂട്ടിയാൽ എത്ര ഇല്ല? 2926. ഓക്കെ, ആദ്യത്തെ 15 എണ്ണൽ സംഖ്യ കൂട്ടിയ എത്ര? സം ഓഫ് ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പർ. 1 മുതൽ 15 വരെ കൂട്ടിയ എത്ര? 15 × 15 16 2 അല്ലേ? 2 കട്ട് ചെയ്യാൻ 8. 15 × 8 80 40 120. തുക എത്രയില്ല? 120 ആണ് വരും. എണ്ണൽ സംഖ്യയുടെ തുക പറഞ്ഞു. ഇനി ഇരട്ട സംഖ്യയുടെ തുകയാണ്. 2 4 6. ഇതാണ് എണ്ണൽ സംഖ്യകളെ ഇരട്ട അല്ലെ? ആദ്യത്തെ 3 ഇരട്ട 8 അങ്ങനെ പോകും. 2 4 6 8.
ഇത് എത്ര ഉണ്ട്? 4. ഇപ്പൊ എത്ര ഉണ്ട്? 5. ഇതെത്ര ഉണ്ടെന്നോ എണ്ണി നോക്കണമെന്നില്ല. 2, 4, 6, 8, 10 അങ്ങനെ പോണേ. ഇത് 2 മുതൽ 10 വരെ എഴുതി ഇരട്ട സംഖ്യ. അപ്പൊ നമുക്ക് എത്ര 5 അല്ലേ? അതായത് അവസാനത്തെ സംഖ്യ എത്രയാണ്? 10. എങ്കിൽ ആ 10ന്റെ പകുതി എത്ര? 5. അത്ര ഉണ്ടോ? ഇവിടുന്ന് 70 വരെ എഴുതിയിട്ടുണ്ട്. ഈവൻ നമ്പർ 1, 2, 3, 70 ആണെങ്കിൽ നമുക്ക് 70 പറയാം. ഇതിന്റെ പകുതി 70ന്റെ പകുതി 35 ഉണ്ടാവും. ഓക്കെ. അപ്പൊ ആദ്യത്തെ 20 ഇരട്ട സംഖ്യ വെക്കാം. ആദ്യത്തെ 20 ഇരട്ട സംഖ്യ 2, 4, 6 എക്സെട്ര 20 വരെ ഇവിടെ 40 വേണം. ഇത് എത്ര ഉണ്ട്? 40. ഇതിന്റെ പകുതികളുള്ളൂ. അപ്പൊ ആദ്യത്തെ n ഇരട്ട സംഖ്യ തരാം. 2, 4, 6, 8 n വരണമെങ്കിൽ ഇവിടെ 2n ഉണ്ട്. ഇതാണ് ആദ്യത്തെ 2. ഇതാ 2n അവിടെ. അപ്പൊ അതിന്റെ പകുതി n. ഇത് 40 അല്ലേ? അപ്പൊ ഇത് 20 ഉണ്ടാവും. 70 അല്ലേ? 35 ഉണ്ടാവും. ഇത് 10 അല്ലേ? ലാസ്റ്റ് 5 ഉണ്ടാവും. ഇത് 2 എന്നല്ലേ ലാസ്റ്റ്? അപ്പൊ അതിന്റെ പകുതി n എത്ര? പകുതി എണ്ണം എന്നല്ലേ? n ഉണ്ടാവും. ഇതാണ് ആദ്യത്തെ n ഇരട്ട സംഖ്യ. ഈ ഇരട്ട സംഖ്യയുടെ തുക 2, 4, 6, 8 അങ്ങനെ പോയി ഇതിന്റെ ആൻസർ n into n plus 1 ആയിരിക്കും. n സംഖ്യ നാച്ചുറൽ നമ്പർ ആണ്. n into n plus 1 by 2 അല്ലേ? ഈവൻ ആണെങ്കിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ തുക കാണാൻ n into n plus 1. ആദ്യത്തെ n ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 2 plus 4 plus 6 plus etc plus 2 equal to n into n plus 1. ആദ്യത്തെ 30 ഇരട്ട സംഖ്യ കൂട്ടി എത്രയാണ്? ക്വസ്റ്റ്യൻ. ആദ്യത്തെ 30 ഇരട്ട 30 ഇരട്ടാണ് എഴുതാ. 2, 4, 6 etc 30 അല്ല, അത് 15 ഉള്ളൂ. 30 ഇരട്ടാണെങ്കിൽ 30 ഇരട്ടി വരെ പോകണം. 60 വരെ പോകണം. 2, 4, 6, 8, 10 അങ്ങനെ പോയി 58, 60. അതാണ് ആദ്യത്തെ 30 ഇരട്ട. ആദ്യത്തെ 10 ഇരട്ടകൾ ഏതൊക്കെയാ? 2 മുതൽ 10 വരെ അല്ല, 20 വരെ പോകണം. ഓക്കെ. അപ്പൊ ആദ്യത്തെ 30 ഇരട്ട സംഖ്യയുടെ തുക കേട്ടോ 2, 4, 6 എക്സെട്ര 30 ഇരട്ടിയാകുമ്പോ എത്ര? 60 വരെ പോകണം. ആദ്യത്തെ 30 ഇരട്ട സംഖ്യയുടെ തുക എത്ര? സം ഓഫ് ഫസ്റ്റ് 30 ഈവൻ നമ്പേഴ്സ്, ഈവൻ ആഷ് നമ്പേഴ്സ്. ഇതാണ് ഇക്വേഷൻ. n into n plus 1. ഈവൻ നമ്പർ n എത്ര? 30 ക്വസ്റ്റ്യൻ 30 കഴിക്കണേ. ആദ്യത്തെ 30 കഴിക്കണം. അപ്പൊ 30 ഇൻറ്റു അതിക്കൊന്നും കൂട്ടാം 31. ഇത് ഗുണിക്കാം 930. ആദ്യത്തെ 30 ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2, 4, 6 എക്സെട്ര 60 വരെ കൂട്ടി. ആദ്യത്തെ 17 ഇരട്ടകൾ ഏതാ? 17 ഇരട്ടകൾ 2, 4, 6 അങ്ങനെ പോയി 17 വരെ എങ്ങനെ ഇരട്ടി? 34. 2, 4, 6 എക്സെട്ര 34. ഇത് ആദ്യത്തെ 34 ഇരട്ടല്ല. 1, 2, 3 എക്സെട്ര 34 ആണെങ്കിൽ നമുക്ക് പറയുന്നത് 34 എന്ത് ചെയ്യുന്ന സംഖ്യ നാച്ചുറൽ നമ്പറാണ്. ഇത് ഈവൻ നമ്പേഴ്സ് അല്ലേ? ഇതിൽ ഓടുകളില്ല. അപ്പൊ അവര് പകുതി ഒഴിവാക്കും. 34 പകുതി ഉള്ളൂ. 34 പകുതി ഉള്ളൂ. എത്രയുള്ളൂ? 17. ആദ്യത്തെ 17 ഇരട്ട സംഖ്യയുടെ തുക 17 ഇന്ത്യക്ക് ഒന്ന് കൂട്ട 18. 17ഉം 18ഉം കൂടി. ഓക്കെ. ആദ്യത്തെ 60 ഇരട്ട സംഖ്യ ആണെങ്കിലോ ഇതെത്ര? 30 ഉള്ളൂ. ആദ്യത്തെ 60 ഇരട്ടാണെന്താ? 2, 4, 6 എക്സെട്ര 100 വരെ പോലെ. 60 ആണെങ്കിൽ 60 ഇൻറ്റു അതിക്കൊന്ന് കൂട്ടുക 61. അങ്ങനെയാണ്. n സംഖ്യ പറഞ്ഞ ഇരട്ട പറഞ്ഞു ഒറ്റയാണ്. ഇതാ ആദ്യത്തെ 2 ഒറ്റ, ഇതാദ്യത്തെ 3 ഒറ്റ, ആദ്യത്തെ 4 ഒറ്റ, ആദ്യത്തെ 5 ഒറ്റ, ആദ്യത്തെ 20 ഒറ്റ. എങ്ങനെ എത്ര ഉണ്ടോ? 1, 3, 5, 7 ഇങ്ങനെ പോലെ. ആദ്യത്തെ 20 ഒറ്റ ആകുമ്പോ അവസാനത്തെ സംഖ്യ ആദ്യത്തെ 45 ഒറ്റ സംഖ്യ 1, 3, 5, 7 അങ്ങനെ 45 വരെ എണ്ണുമ്പോ അവസാനത്തെ സംഖ്യ വരെ അതറിയണം. നോക്കിയോ, ഇത് 2 എണ്ണാണ്, ഇത് 3 എണ്ണം, ഇത് 4 എണ്ണം. ആദ്യത്തെ 2 ഒറ്റയാണെങ്കിൽ എവിടെ അവസാനിക്കണം? തുടക്കം 1-ലല്ലേ? 1, 3 അങ്ങനെ പോകും. 2 ഒറ്റയാണെങ്കിൽ 2ന്റെ ഇരട്ടി എടുക്കുക. എത്ര? 4. അതിനൊന്ന് കുറക്കുക. 3 അല്ല, അവിടെ അവസാനിക്കും. ആദ്യത്തെ 3 ഒറ്റയാണെങ്കിൽ 3ന്റെ ഇരട്ടി എടുക്കുക. എത്ര? 6 ഒന്ന് കുറക്കുക. 5 അവസാനിക്കും. ആണോ? ആദ്യത്തെ 4 ഒറ്റയാണെങ്കിൽ 4ന്റെ ഇരട്ടി എടുക്കുക. 8 ഒന്ന് കുറക്കണം. അവിടെ അവസാനിക്കും. ഇരട്ടിന്ന് ഒന്ന് കുറക്കണം. 5 ഒറ്റയാണെങ്കിൽ 5ന്റെ ഇരട്ടി 10 ഒന്ന് കുറച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ 17 ഒറ്റ സംഖ്യകളാണ് എങ്കിൽ എവിടെ ഉണ്ടാകുക? 1, 3, 5 അങ്ങനെ പോയി 17 അല്ലേ? 17ന്റെ ഇരട്ടി എടുക്കുക. എത്ര? 34. അതിലൊന്ന് കുറക്കും.
ഇത് ആദ്യത്തെ 17 ഒറ്റകളാണ്. ആദ്യത്തെ 10 ഒറ്റകൾ എന്താ 1 3 5 ഇങ്ങനെ പോകും. ആദ്യത്തെ 10 ഒറ്റകൾ 10ന്റെ ഇരട്ടി 20 അല്ലേ? 20 ഒന്ന് കുറക്കാം 10 9 കണ്ടാ. ഇതാണ് ആദ്യത്തെ 10 ഒറ്റകൾ. അപ്പൊ ആദ്യത്തെ n ഒറ്റകൾ എത്തുണ്ടാവും 1 3 5 7 അല്ലേ? അങ്ങനെ പോയി 5 ആണെങ്കിൽ അതിന്റെ ഇരട്ടിന്ന് ഒന്ന് കുറക്കാം 10 ഒന്ന് നോക്കാം. 10 ആണെങ്കിൽ 10ന്റെ ഇരട്ടി എത്ര 20 നോക്കാം. ആദ്യത്തെ n ഒറ്റ എവിടെ ഉണ്ടാവുക n-ന്റെ ഇരട്ടി എടുക്കുക. അത് n-ന്റെ ഇരട്ടി 2n. അതിനൊന്ന് ഓർക്കുമ്പോ ഇതായിരിക്കും ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ ലാസ്റ്റ് ടേം 2n - 1. ഇതാണ് ആദ്യത്തെ n ഒറ്റ സംഖ്യ. ഇവരുടെ തുകയാണ് കാണുന്നത്. 1 3 5 7 അങ്ങനെ പോയി ലാസ്റ്റ് 2n - 1. സം ഓഫ് ഫസ്റ്റ് n ഓഡ് രാശിയാണ്. ഇതിന്റെ ആൻസർ n സ്ക്വയർ. n സംഖ്യ ആണെങ്കിൽ n + 1/2. ഈ ഇരട്ട സംഖ്യ ആണെങ്കിൽ ഈവൻ ആണെങ്കിൽ n + 1 അല്ലെ? ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന്റെ ആൻസർ തുക കാണാൻ സൂത്രാക്യം n സ്ക്വയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ഒറ്റ സംഖ്യ കൂട്ടിയാൽ എത്രയാണ്? 2ന്റെ സ്ക്വയർ ആയിക്കാണ് 4. ഇത് ആദ്യത്തെ 3 ഒറ്റയാണ്. ആദ്യത്തെ 3 ഒറ്റ കൂട്ടിയാൽ 3ന്റെ സ്ക്വയർ 9 കിട്ടും. കണ്ടാ? ആദ്യത്തെ 4 ഒറ്റ കൂട്ടിയാൽ 4ന്റെ സ്ക്വയർ 14 കിട്ടും. 12 13 14 15 15 കണ്ടാ? അപ്പൊ ആദ്യത്തെ n ഒറ്റ കൂട്ടിയാൽ n-ന്റെ സ്ക്വയർ n സ്ക്വയർ. ഓക്കെ. ആദ്യത്തെ 20 ഒറ്റ സംഖ്യയുടെ തുക എത്ര? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്? അതിന്റെ ഉത്തരം n സ്ക്വയർ ആണ്. 20 ആണെങ്കിൽ 20ന്റെ സ്ക്വയർ 400 കണ്ടാ? ആദ്യത്തെ 12 ഒറ്റ സംഖ്യയുടെ തുക എത്ര? സം ഓഫ് ഫസ്റ്റ് 12 ഓഡ് നമ്പേഴ്സ്. 12ന്റെ സ്ക്വയർ ആണ് കണ്ടാ മതി 112. ആദ്യത്തെ 15 ഒറ്റ സംഖ്യയുടെ തുക 15ന്റെ സ്ക്വയർ എത്രയാണോ? 225 അല്ലേ? ഇതായിരിക്കും അവിടെ. അപ്പൊ ഓർക്കുക n സംഖ്യയുടെ തുക സം ഓഫ് ഫസ്റ്റ് നാഷണൽ നമ്പർ ആണെങ്കിൽ n + 1/2. ആദ്യത്തെ n ഇരട്ട സംഖ്യയുടെ തുക ഈവൻ നമ്പറിന്റെ സം ആണെങ്കിൽ n × n + 1. ഒറ്റ ഓടാണെങ്കിലോ n സ്ക്വയർ. ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതോടുകൂടി നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ പോയിന്റുമായി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.